ഇറാന് ശേഷം അമേരിക്കയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണോ? ഈ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്ക ദൗത്യങ്ങളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ അതിനെ എതിർക്കുകയോ ചെയ്യാതെ തീർത്തും നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതേസമയത്ത് ഇറാനുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ നിലനിർത്തുന്നുമുണ്ട്. ഇവിടെ കുറെ ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിനോടും അതുപോലെ അമേരിക്കയോടും ഭയങ്കരമായ വിധേയത്വം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കൊന്നും തന്നെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? ഡയറക്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. അവിടെ കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനമില്ല, ജനാധിപത്യമില്ല, അവിടെ ഒരു സിസ്റ്റം തന്നെ ഇല്ല. ഈവൻ അഫ്ഗാനിസ്ഥാനിൽ പോലും ഒരു സിസ്റ്റം ഉണ്ട്, താലിബാൻ കൊണ്ടുവന്ന ഒരു സിസ്റ്റം. പക്ഷെ ഇവിടെ പാകിസ്ഥാനിൽ അങ്ങനത്തെ പോലും ഒരു സിസ്റ്റം നമുക്കില്ല. കാരണം അവിടുത്തെ പ്രധാനമന്ത്രിയും ഭരണകർത്താക്കളും ഒക്കെ വെറും പാവകൾ മാത്രമാണ്. പാകിസ്ഥാനെ ചലിപ്പിക്കുന്നതെന്ന് പറയുന്നത് മിലിറ്ററിയാണ്. സോ പാകിസ്ഥാൻ ഏത് സമയത്തും ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാകാൻ ഇടയുള്ള ശത്രുവാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രുക്കളിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള ഒരു ശത്രു ചൈനയാണ്. ഈവൻ അമേരിക്ക പോലും ലോങ് ടേമിലേക്ക് നോക്കിയാൽ നമ്മുടെ ഒരു ശത്രു തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവരൊന്നും തന്നെ നേരിട്ട് ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് വരാനുള്ള സാധ്യത നിലവിലില്ല. ഇപ്പൊ ചൈനയ്ക്കാണെങ്കിലും ഹൈ വാല്യൂ അസറ്റ്സ് ധാരാളമുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ അഗ്നി മിസൈലുകളെ കുറിച്ച് നിരന്തരമായിട്ട് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്യാപ്പബിലിറ്റിയെ കുറിച്ച് അവർക്ക് നല്ല ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് ചൈന തയ്യാറാവുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൈനയുടെ ഏറ്റവും മികച്ച നഗരങ്ങളടക്കം നിലം പൊത്തുമെന്ന് അവർക്കറിയാം. ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും അടക്കം ചൈനയുടെ സുപ്രധാനപ്പെട്ട സകല കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മിസൈലുകളെ തടയാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ചൈനയുടെ പക്കൽ ഇല്ലതാനും. അപ്പൊ അതുകൊണ്ട് ചൈന ഒന്നും നേരിട്ട് നമ്മളെ ആക്രമിക്കാൻ വരില്ല. എന്നാൽ അതുപോലെയല്ല പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉൾപ്പെടെ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വന്നേക്കാം. ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ശല്യപ്പെടുത്താം. അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ ഭീഷണി നേരിടുന്ന ഒരു ഡയറക്റ്റ് ഒരു എതിരാളി അല്ലെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും പാകിസ്ഥാൻ തന്നെയാണ്. അപ്പൊ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഒതുക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. ഈ പാകിസ്ഥാന്റെ മറ്റൊരു ശത്രുവാണ് ഇസ്രയേൽ. ഇസ്രായേൽ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ വലിയൊരു ശത്രുവാണ്. അതേ സമയത്ത് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനും പാകിസ്ഥാനെ ഒരു ശത്രുവായി കാണുന്നുണ്ട് എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയും ഇസ്രായേൽ അതുപോലെ അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പിന്നിൽ നടന്ന കഥകളെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിനെ ഒരുപക്ഷെ എതിർക്കുന്നവർ പോലും സല്യൂട്ട് അടിക്കും. അതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി. എന്താണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യയോട് വളരെ അടുപ്പമുള്ള ഇന്ത്യൻ വംശജ അല്ലെങ്കിൽ കൂടി ഇന്ത്യൻ കൾച്ചറിനെ പുൽകുന്ന ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. ഈ തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇന്റലിജൻസ് മേധാവിയാണ് യു എസിന്റെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള തുളസി ഗബ്ബാർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ നേരിടുന്ന മിസൈൽ ഭീഷണി എന്ന വിഷയത്തിൽ അവർ പറഞ്ഞൊരു കാര്യം, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ഒരു ഭീഷണി വർദ്ധിക്കുമെന്നും പ്രധാനമായിട്ട് 2030-നും 35-നും ഇടയിൽ ഈ ഭീഷണി പല മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നുമാണ് ഇന്റലിജൻസ് മേധാവി പറയുന്നത്. നിലവിൽ അമേരിക്ക 3000-ഓളം മിസൈലുകളിൽ നിന്നുള്ള ഭീഷണിയാണ് നേരിടുന്നതെങ്കിൽ 2035ഓടെ ഇത് 16,000 കടക്കും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എന്നാണ് ഇപ്പോൾ ഈ ഒരു നമ്മുടെ തുളസി ഗബ്ബാർഡ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ സാക്ഷ്യപത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെങ്കിലും റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ അതിവേഗം വികസിപ്പിക്കുകയാണെന്നും ആണവായുധങ്ങളും സാധാരണ സ്ഫോടക വസ്തുക്കളും വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് അമേരിക്കൻ മണ്ണിൽ വരെ എത്താൻ സാധിക്കുമെന്നുമാണ് തുളസി ഗബ്ബാർഡ് നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന വെട്ടിച്ചു കിടക്കാൻ ശേഷിയുള്ള അതിനൂതന മിസൈലുകൾ ചൈനയും റഷ്യയും ഉൾപ്പെടെ വികസിപ്പിക്കുന്നുണ്ട് എന്നും തുളസി ഗബ്ബാർഡ് പറയുന്നു. അമേരിക്കൻ മണ്ണിലെത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ
ഉത്തര കൊറിയയുടെ പക്കൽ മാത്രമല്ല, ഭാവിയിൽ പാകിസ്ഥാന്റെ കൈകളിലും എത്തിയേക്കാം. പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ പദ്ധതികൾ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ICBMകളായി മാറിയേക്കാം. ഇതാണ് തുളസി ഗബ്ബാർഡ് പറഞ്ഞ അവരുടെ സ്റ്റേറ്റ്മെന്റിലുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പാകിസ്ഥാനെ അമേരിക്ക ഒരു ഭീഷണിയായിട്ട് കാണുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇതുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് കുറച്ചും കൂടി നമുക്കൊരു ധാരണ കിട്ടും. ഇറാനെതിരായിട്ടുള്ള ആക്രമണം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഈ ഒരു ആക്രമണത്തെ ചൊല്ലി US ദേശീയ ഭീകര പ്രതിരോധ വകുപ്പ് മേധാവി ജോ കെന്റ് രാജിവെച്ചു. ഈ യുദ്ധം അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നില്ല എന്നും ഇസ്രയേലിന്റെ സമ്മർദ്ദം കാരണമാണ് യുദ്ധം ആരംഭിച്ചത് എന്നും ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ ദേശീയ പ്രതിരോധ വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ജോ കെന്റ് രാജിവെക്കുന്നത്. ഈ ട്രംപ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഇദ്ദേഹം. താൻ വളരെ സമയം ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ യുദ്ധത്തെ തനിക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല, അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ, ഇത് ഇസ്രയേലിന്റെ യുദ്ധമാണ്. അതായത് തന്നോട് പോലും ആലോചിക്കാതെ പ്രസിഡന്റ് വളരെ അടുത്ത ചില വ്യക്തികളോട് മാത്രം ആലോചിച്ച് ഇസ്രയേലിന് വേണ്ടി എടുത്ത തീരുമാനമാണ് ഈ യുദ്ധമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നായിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത്. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമായ അമേരിക്കയെ താരതമ്യേന ചെറിയ രാജ്യമായ 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം സ്വാധീനിക്കുകയും ആ ഒരു രാഷ്ട്രം അവരുടെ ഒരു യുദ്ധം ലോകശക്തിയായ അമേരിക്കയുടെ യുദ്ധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. എന്നുവെച്ചാൽ ഇസ്രയേൽ തങ്ങളുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ലോകത്തിന്റെ സൂപ്പർ പവറിനെ പോലും നിർബന്ധിച്ചുകൊണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഇസ്രയേൽ ഇന്ത്യയുടെ അത്ര പോലും ഒരു സൈനിക ശക്തിയൊന്നുമല്ല. പക്ഷെ ഇസ്രയേൽ പല മേഖലയിലും ടെക്നോളജിയിലും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. മാത്രമല്ല അമേരിക്കയിലടക്കം പല സമ്പന്നരും ജൂതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യത്തിന് അമേരിക്കയെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ എടുപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഓരോ ഭീഷണിയെയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് അവർ ഉറപ്പായിട്ടും US ഇനിയും ഉപയോഗിക്കും. നിലവിൽ ഇപ്പോൾ അവർ ഇറാനെയാണ് തങ്ങളുടെ പ്രധാന ശത്രുവായിട്ട് കാണുന്നത്. കാരണം ഇറാന്റെ കൈവശം ആണവായുധം വന്നു കഴിഞ്ഞാൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളോ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളോ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിന് അതൊരു ഭീഷണിയാണ് എന്ന് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് മുളയിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഈ യുദ്ധം ഇസ്രായേലിന്റെ യുദ്ധമാണ്. അമേരിക്കയ്ക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്. ഈ യുദ്ധം ഇറാനെ ഇല്ലാതാക്കാനുള്ള യുദ്ധവുമാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് ആരായിരിക്കും? ഇസ്രായേലിന്റെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്ന് ഇതിനോടകം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയായിരിക്കും. കാരണം ഇറാനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേലിന് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ് പാകിസ്ഥാൻ. കാരണം ഇന്ത്യയോട് പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ വലിയ ശത്രുത പാകിസ്ഥാന് ഇസ്രായേലിനോടുണ്ട് എന്ന് ഇസ്രായേൽ കണക്കാക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ ആണവായുധം ഉപയോഗിച്ചൊന്നും ഇല്ലാതാക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല. ഇസ്രായേൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻസെക്യൂരിറ്റിയും അതുപോലെ ഉണ്ട്. വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ആക്രമണം അവരുടെ മണ്ണിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകും, ഒരുപാട് പ്രദേശങ്ങൾ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ വളരെ കരുതലോടെയാണ് അവരുടെ ഓരോ ചുവടുകളും വെക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആണവായുധം എന്ന് പറയുന്നത് ഏത് സമയത്തും തങ്ങൾക്ക് നേരെ തിരിയുന്ന ഒന്നാണെന്ന് ഇസ്രായേലിന് അറിയാം. മാത്രവുമല്ല പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേലിനും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങളെയും സംഘർഷങ്ങളെയും ഒക്കെ ഇസ്രായേൽ അനുകൂലിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത് പോലെ തന്നെ ഇസ്രായേലിനും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും നശിച്ചു പോകേണ്ട ഒരു ശത്രു രാജ്യമായിട്ടാണ് അവർ കാണുന്നത്. ഇന്ത്യയുടെ ഉദ്ദേശം ഏതെങ്കിലും ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യുകയോ ഇല്ലാതാക്കുകയോ അല്ല, മറിച്ച് ഇന്ത്യയുടെ സുരക്ഷ ഇന്ത്യക്ക് നോക്കിയേ പറ്റൂ. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളികളും കണ്ടില്ല എന്ന് വെക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യയെ ഒരു യുദ്ധത്തിൽ തളച്ചിടാൻ നാളെ ചൈനയോ ഒരുപക്ഷെ അമേരിക്കയോ തന്നെ
പാകിസ്ഥാനെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും. നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചാലും ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മറികടക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷെ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈന ഇന്ത്യയെ യുദ്ധത്തിൽ പെടുത്താൻ ശ്രമിച്ചേക്കും, ഉറപ്പായും ശ്രമിക്കും. അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം റഷ്യ പെട്ടുകിടക്കുന്നത് പോലെ ഇന്ത്യയും പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. അവിടെ നമുക്ക് ഇസ്രായേലുമായിട്ടുള്ള പങ്കാളിത്തം ആവശ്യമാണ്. അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് തന്ത്രപരമായ നിലപാടെടുക്കുന്നത്. അമേരിക്കയെ പിണക്കിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക നാളെ വന്ന് ഇന്ത്യ ഇല്ലാതാക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുകയാണ്. റഷ്യയും അതുപോലെ യുക്രൈനും തമ്മിലുള്ള യുദ്ധം പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് ഉണ്ടാക്കുന്ന നഷ്ടം ആൾനാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിനുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചോ മാത്രമല്ല നമ്മുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. സാമ്പത്തിക നഷ്ടവും ചെറുതല്ല. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായ ഇന്ത്യ 2047 വികസിത രാഷ്ട്രമാകണമെന്ന് സ്വപ്നം കാണുന്ന ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറാൻ പോകുന്ന ഇന്ത്യ ഒരു യുദ്ധത്തിൽ പെട്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വളർച്ചയെ വളരെയധികം ബാധിക്കുമെന്ന് മാത്രമല്ല വീണ്ടും ഒരുപാട് പുറകോട്ടടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിലവിലെ പ്ലേയേഴ്സിനെ എല്ലാവരെയും നമ്മൾ ശത്രുക്കളാക്കുന്നതിന് പകരം ഇസ്രായേലുമായിട്ടും അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം പാകിസ്ഥാനെ വിദൂര ഭാവിയിൽ തങ്ങളുടെ ഒരു ശത്രുവായിട്ട് അമേരിക്ക കാണുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. ചൈനയുമായിട്ട് നല്ല സഹകരണമാണ് പാകിസ്ഥാൻ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും എല്ലാം വികസിപ്പിക്കുകയോ തലതെറിച്ച ഏതെങ്കിലും ഒരു ഭരണാധികാരി അധികാരത്തിലേക്കോ സൈന്യത്തിന്റെ ഭാഗമായിട്ടോ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ പാകിസ്ഥാൻ തിരിയുമോ എന്ന ഭയം എന്നും അമേരിക്കയ്ക്കുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. അതേസമയത്ത് ഇസ്രായേലിന് ഓൾറെഡി പാകിസ്ഥാൻ ഒരു ശത്രുവുമാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു ടാർഗറ്റ് പാകിസ്ഥാൻ ആയിക്കൂടാന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ ഇസ്രായേലിനെ അമേരിക്കയും പിണക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്, മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഇസ്രായേലിനെ അമേരിക്കയും പിണക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. നാളെ പാകിസ്ഥാന് നേരെയാണ് ഇവർ പോകാൻ പോകുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കാം. കാരണം ഈ തുളസി ഗബ്ബാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേലിന്റെ പ്രഷർ, അവരുടെ സ്വാധീനം, ഇറാന് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് പാകിസ്ഥാനെ ഇറാനെ ആക്രമിക്കുന്ന പോലെ പോയി ആക്രമിക്കും എന്നുള്ളതല്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനെ വിഘടിപ്പിക്കുവാനും തളച്ചിടുവാനും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുവാനും കൂടുതൽ വളരുന്നതിനെ തടയുവാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയും. പാകിസ്ഥാന്റെ മിസൈൽ പ്രോഗ്രാമിനെ തടയാൻ കഴിയും, ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനെ തടയാൻ കഴിയും കൂടുതലായിട്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മൊസാദിനെ പോലുള്ള ഏജൻസികൾക്ക് സിമ്പിളായിട്ട് അത് കഴിയും. അപ്പൊ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും അമേരിക്കയും ഇസ്രായേലിനെയും ഒന്നും പിണക്കാത്തത്. അതേസമയം ഇറാൻ നമുക്കൊരു വേണ്ടപ്പെട്ട രാജ്യമായതുകൊണ്ട് അവരുമായി സഹകരിക്കുന്നു. അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നു, അവരുടെ കപ്പലുകൾക്ക് അഭയം കൊടുത്തു, അവരുടെ സൈനികർക്ക് അഭയം കൊടുത്തു, അവരുമായി സഹകരിക്കുന്നു. അത് ഇന്ത്യയുടെ സുഹൃത്തായതുകൊണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ഇടപെട്ട് അമേരിക്കയോ ഇസ്രായേലിനോ പിണക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കാരണം ചൈനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വിഷയത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളോട് യോജിക്കുന്ന നിലപാടാണ് അമേരിക്കയുടേത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയോട് യോജിക്കുന്ന നിലപാടാണ് ഇസ്രായേലിൻ്റെത്, ഒരു പരിധിവരെ ഇപ്പോൾ അമേരിക്കയുടേതും. സോ നമ്മുടെ രാജ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യ ഫസ്റ്റ്. ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനം. ഇന്ത്യയുടെ താല്പര്യങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ മറ്റേത് രാജ്യത്തിന്റെ വിഷയങ്ങളും താല്പര്യങ്ങളും മറ്റേത് രാജ്യത്തിന്റെ പ്രശ്നങ്ങളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.